നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 55 മരണമാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ചുള്ള മരണം 1461 ഉയർന്നു. 7000-ലേറെയാണ് പുതിയ കേസുകൾ രേഖപ്പെടുത്തിയത്. അബുദാബിയിൽ ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഒരാഴ്ച കൂടി നീട്ടാൻ തീരുമാനമായിരിക്കുകയാണ്. മരണസംഖ്യയും രോഗികളുടെ എണ്ണവും കുതിക്കുന്ന ഘട്ടത്തിലും എവിടെയും സമൂഹ വ്യാപനം ഇല്ലെന്ന വിലയിരുത്തലിൽ ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നു. പിന്നിട്ട 24 മണിക്കൂറിനിടയിൽ സൗദി അറേബ്യയിൽ മാത്രം മരണം 34 രേഖപ്പെടുത്തിയത്. ഒമാനിൽ 6, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ 5, ഖത്തറിൽ 3, ബഹ്റൈനിൽ 2 രോഗികളാണ് മരിച്ചത്. രോഗവ്യാപനത്തിലും മാറ്റമില്ല. സൗദിയിൽ മാത്രം 3369 പുതിയ രോഗികൾ. ഖത്തറിൽ രോഗികളുടെ എണ്ണം 1368, കുവൈറ്റിൽ 662, ബഹ്റൈനിൽ 684, ഒമാനിൽ 604, UAE-യിൽ 568 പുതുതായി സ്ഥിരീകരിച്ച രോഗികൾ. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഘട്ടം ഘട്ടമായി നീക്കുമെന്ന് ഖത്തർ. ഓഗസ്റ്റ് മാസത്തോടെ കോവിഡ് വ്യാപനം ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ കഴിയുന്ന ഖത്തരി വിസയിലുള്ളവർക്ക് മടങ്ങിവരവിന് അനുമതി നൽകും. സെപ്റ്റംബർ മാസത്തോടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് കൂടുതൽ വിമാന സർവീസുകൾക്ക് അനുമതി നൽകും. കുവൈറ്റിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾ ബുധനാഴ്ച മുതൽ സർവീസ് നടത്തും. വിവിധ ട്രാവൽസുകൾ സ്വന്തം നിലയ്ക്കും പ്രവാസി സംഘടനകളുമായി സഹകരിച്ചും സർവീസ് നടത്തുന്നതായിരിക്കും. ജസീറ എയർവേസും പ്രത്യേക വിമാനങ്ങൾ അയക്കുന്നുണ്ട്. വന്ദേ ഭാരത് മിഷനേക്കാൾ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും ചാർട്ടേഡ് വിമാനങ്ങളിൽ അധിക തുക നൽകി പോകാൻ ധാരാളം പേർ തയ്യാറായിട്ടുമുണ്ട്. 80 ദിനാറാണ് വന്ദേ ഭാരത് മിഷനിലെ ടിക്കറ്റ് നിരക്ക് എന്നത്. എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് 115 ദിനാർ മുതൽ 135 ദിനാർ വരെ ഈടാക്കുന്നു. വന്ദേ ഭാരതിന്റെ 4ാം ഘട്ടത്തിൽ കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് 12 വിമാനങ്ങളാണ് ഉള്ളത്. കേരളത്തിലേക്ക് 3 വിമാനങ്ങളുണ്ട്. ആദ്യ 3 ഘട്ടങ്ങളിലായി കേരളത്തിലേക്ക് 10 വിമാനവും ഇന്ത്യയിലൊട്ടാകെ 21 വിമാനവുമാണ് ഉള്ളത്. ഈ നിലയിൽ ഷെഡ്യൂൾ ചെയ്താൽ അത്യാവശ്യക്കാർക്ക് പോലും നാട്ടിലെത്താൻ മാസങ്ങൾ എടുക്കുന്നതായിരിക്കും. ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും ചാർട്ടേഡ് വിമാനങ്ങൾ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശം ലംഘിക്കുന്നവർക്ക് പരിശോധിക്കാൻ CCTV ക്യാമറയിലെ ഫീഡുകൾ ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ ദുബായിൽ സംവിധാനമായി കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ അധിഷ്ഠിതമാക്കി ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സ്പിൻ-ഓഫ്, ഡെക് എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ദുബായ് സിലിക്കൺ ഒയാസിസ് അതോറിറ്റി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്നതിനിടെ സൗദി അറേബ്യയിൽ രോഗബാധിതരുടെ എണ്ണം 1,00,000 കടന്നു. ഞായറാഴ്ച 3045 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെയാണ് രോഗബാധിതരുടെ എണ്ണം 1,00,000 കടന്നതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ രോഗബാധിതരുടെ എണ്ണം 1,00,000-ൽ കവിഞ്ഞിരിക്കുകയാണ്. സൗദിയിൽ രോഗം സ്ഥിരീകരിക്കുന്ന പ്രവാസികളുടെ എണ്ണവും വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി മലയാളികൾക്ക് COVID-19 മൂലം ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ദുബായിൽ മരിച്ച പ്രവാസി നിതിന്റെ മൃതദേഹം നാളെ വീട്ടിലെത്തിക്കും. കോഴിക്കോട് പേരാമ്പ്ര മുയിപ്പോത്തെ വീട്ടിലാക്കും മൃതദേഹം എത്തിക്കുക. നിതിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രിയതമന്റെ വേർപാടറിയാതെ ആതിര ഇന്ന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. വിദേശത്ത് കുടുങ്ങിയ ഗർഭിണികളെ നാട്ടിലെത്തിക്കാൻ നിയമ പോരാട്ടം നടത്തിയത് ഗർഭിണിയായ ആതിരയും ഭർത്താവ് നിതിൻ ചന്ദ്രനുമായിരുന്നു. ഇതിലൂടെ ഇവർ ഏറെ പ്രശസ്തിയും നേടിയിരുന്നു. 3 മാസ വിസ കാലാവധിയെങ്കിലും ഉള്ളവരെ മാത്രമേ വിദേശത്തേക്ക് മടങ്ങാൻ അനുവദിക്കൂ എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശത്തിൽ ആശങ്ക വേണ്ടെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. ഒരു ദിവസം മാത്രം താമസ വിസ കാലാവധിയുള്ളവർക്കും UAE-യിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് കോൺസൽ ജനറൽ വിപുൽ വ്യക്തമാക്കി. വിദേശ രാജ്യത്തേക്ക് മടങ്ങാൻ 3 മാസ കാലാവധി നിർബന്ധമാക്കിയ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശത്തിൽ ആശങ്കയും പ്രതിഷേധവും ശക്തമായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. മടങ്ങാനാകാത്ത പക്ഷം നിരവധി ആളുകൾക്ക് ജോലി ഉൾപ്പെടെ നഷ്ടപ്പെടുമെന്ന ആശങ്ക ഇതിനോടകം തന്നെ വ്യാപകമായിരുന്നു. പനി ബാധിച്ച് മലയാളി യുവതി റിയാദിൽ മരിച്ചു. കോട്ടയം പാല പൊൻകുന്നം കൊപ്രാക്കളം സ്വദേശി തട്ടാർക്കുന്നേൽ ശശിയുടെ മകൾ രമ്യയാണ് താമസ സ്ഥലത്ത് മരിച്ചത്. 30 വയസ്സാണ്. റിയാദിലെ സ്വകാര്യ കമ്പനിയിൽ ശുചീകരണ വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്നു. കഴിഞ്ഞ ദിവസം പനിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അതിനുശേഷം താമസ സ്ഥലത്ത് വിശ്രമിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. മരണാനന്തര നടപടികളുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കോട്ടുകാട്, സലീം പാറയിൽമുക്ക്, ഷെഫി മോൻ എന്നിവർ രംഗത്ത് തന്നെയുണ്ട്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾ 3.89 ലക്ഷമാണെങ്കിലും വെറും 4100 പേർ മാത്രം
തിരിച്ചുവരാനുള്ള സൗകര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷനിൽ ഉള്ളതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത്. വന്ദേ ഭാരത് മിഷനിൽ കേരളത്തിന് പരമാവധി വിമാനങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉമ്മൻചാണ്ടി കത്ത് നൽകി. വന്ദേ ഭാരത് മിഷൻ മൂന്നാം ഘട്ടത്തിൽ 2020 ജൂൺ 10 മുതൽ ജൂലൈ 1 വരെയും എയർ ഇന്ത്യ എക്സ്പ്രസ് ജൂൺ 9 മുതൽ ജൂൺ 23 വരെയും പ്രഖ്യാപിച്ച മിഷനിൽ 19 വിമാനങ്ങൾ മാത്രമാണ് കേരളത്തിലേക്കുള്ളത്. ഷെഡ്യൂൾ പ്രകാരം എയർ ഇന്ത്യ ജൂൺ 9 വിമാനങ്ങൾ സൗദി അറേബ്യയിൽ നിന്നും, എയർ ഇന്ത്യ എക്സ്പ്രസ് ജൂൺ 23 വരെ 10 വിമാനങ്ങൾ സൗദി ഒഴിച്ചുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് അയക്കുന്നത്. 19 വിമാനങ്ങളിൽ മൊത്തം 4100ഓളം പേർക്കാണ് വരാൻ കഴിയുക. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി അബുദാബിയിൽ പ്രഖ്യാപിച്ചിരുന്ന യാത്രാവിലക്ക് തുടരും. ജൂൺ 9 മുതൽ ഒരാഴ്ച കൂടി നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചത്. നേരത്തെ ജൂൺ 2 മുതൽ ഒരാഴ്ചയിലേക്കാണ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത്. മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രവേശിക്കുന്നതിനും അബുദാബിയിൽ നിന്ന് പുറത്തു പോകുന്നതിനും വിലക്കുണ്ട്. അബുദാബി, അൽ ഐൻ, അൽ ദഫ്ര എന്നീ മേഖലകൾക്കിടയിലുള്ള യാത്രകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അബുദാബി എമർജൻസീസ് ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയും അബുദാബി പോലീസും അബുദാബി ഹെൽത്ത് സർവീസസും ചേർന്നാണ് നേരത്തെ ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശം ലംഘിക്കുന്നത് കുവൈറ്റിൽ നിന്ന് തിങ്കളാഴ്ച 22 വിമാനങ്ങളിലായി 4475 വിദേശികൾ തിരിച്ചെത്തി. കൈറോ, സെഫക്, ലക്സർ, അലക്സാണ്ട്രിയ, ഷിറാസ്, ഇസ്ഫഹാൻ, തിരുച്ചിറപ്പള്ളി, കൊൽക്കത്ത, ഇവാറ്റോ, ലില്വാങ്വേ, ധാക്ക, ദോഹ എന്നിവിടങ്ങളിലേക്കാണ് വിമാന സർവീസ് നടത്തിയത്. കൂടുതൽ സർവീസുകൾ ഉണ്ടായിരുന്നത് ഈജിപ്തിലേക്കാണ്. കൈറോയിലേക്ക് മാത്രം 7 വിമാനങ്ങളുണ്ടായി. കൂടാതെ സഹാബ്, ലക്സ്കർ, അലക്സാണ്ട്രിയ എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.